അപ്പോൾ ഇവിടെ ഒരു സ്ലൈഡിംഗ് ഡോർ നമ്മളിങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇതാ ഇതുപോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ കംപ്ലീറ്റ് AC വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ മുമ്പത്തെ വർക്ക് ഏരിയ ആയിരുന്നു ഇവിടെ ഉണ്ടാകുന്നത്, അതിൻ്റെ ഡോറാണിത്. അതിന് മുമ്പ് ഒരു കാര്യം കാണിച്ചു തരാം. ഇവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ടായിരുന്നു. ആ ഒരു ടോയ്ലറ്റിൻ്റെ സ്പേസാണ് ഇപ്പോൾ നമ്മൾ നല്ലൊരു വാഷ് യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. കുറച്ചുകൂടി സ്പേസ് ബാക്കിലേക്ക് നമ്മളത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ പഴയ ഒരു വർക്ക് ഏരിയയിലേക്ക്, പഴയ വർക്ക് ഏരിയ ഉണ്ടായിരുന്നത് ഇവിടെ ആയിരുന്നു. നോക്കി നോക്കൂ, എത്ര മനോഹരമായിട്ടുള്ളൊരു കിച്ചനായി നോക്കി നോക്കൂ. അപ്പോൾ ഈ ഒരു സ്പേസ് ആയിരുന്നു പഴയ ആ ഒരു വർക്ക് ഏരിയ ഉണ്ടായിരുന്നത്. നമ്മൾ കുറച്ചും കൂടി സ്പേസ് ഇവിടുന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ചെറിയൊരു സ്പേസ് മാത്രമാണ് ഇവിടുന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഈ ഒരു മനോഹരമായിട്ടുള്ള അടിപൊളി കിച്ചൺ നമ്മളിവിടെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഒക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സാധാരണ എല്ലാ വീടുകളിലും നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ എല്ലാവിധ സംഭവങ്ങളും ഇവിടെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ടോയ് യൂണിറ്റും അതുപോലെ തന്നെ കട്ട്ലറിയും എല്ലാവിധ സംഭവങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു സിങ്ക് നമ്മൾ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും ഒരു സിങ്ക് വെച്ചിട്ടുണ്ട്. ഈ ഒരു സിങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൾട്ടിപർപ്പസ് സിങ്കാണ് ഇവിടെ നമ്മൾ വെച്ചിട്ടുള്ളത്. ഈ ഒരു ടൈപ്പ് സിങ്കാണ്. നമുക്കറിയാം, നമ്മൾ മറ്റുള്ള വീഡിയോസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും, നമുക്ക് ഗ്ലാസ് കഴുകാനും കാര്യങ്ങൾക്കൊക്കെ എല്ലാവിധ കാര്യങ്ങളും വരുന്ന ഒരു മൾട്ടിപർപ്പസ് സിങ്കാണ് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ടായിരുന്നു. അതിന് നമ്മളിതാ അടിപൊളി ഒരു ഫ്രിഡ്ജ് വെക്കാനും അതുപോലെ തന്നെ ഗ്ലാസ് കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ഒരു ക്രോക്കറി ഷെൽഫും അതുപോലെ തന്നെ ഇവിടെ ഒരു ടോയ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ അത്യാവശ്യം സ്പേസ് ഇതിൽ സ്റ്റോറേജ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു സ്പേസ് ഇവിടെ വന്നാലും നമുക്ക് അതുപോലത്തെ ഒരു സ്പേസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇവിടെയും പ്ലേറ്റ്സ് കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം വലിയൊരു കിച്ചൺ ആക്കി എടുത്തു എന്ന് തന്നെ പറയാം. പഴയ ഒരു കിച്ചണിൽ നിന്നും നല്ല രീതിക്ക് മാറ്റങ്ങൾ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ഇവിടെയാണ് വുഡൻ ഹോബ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ 2 എണ്ണം ചെയ്തിട്ടുണ്ട്. ഒന്ന് ഇവിടെ ഇപ്പോൾ നമുക്ക് അടുപ്പിൻ്റെ ആവശ്യം വന്നു കഴിഞ്ഞാൽ ഈ സ്റ്റൗ മാറ്റി വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ താഴെ അടുപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വർക്ക് ഏരിയയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് ഇവിടെ മുമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കൺജസ്റ്റഡ് ഒരു ഏരിയ ആയിരുന്നു കേട്ടോ. അതായത് ഇവിടെ വലിയൊരു കിണറുണ്ടായിരുന്നു. ആ ഒരു കിണറിൻ്റെ ഭാഗം നമ്മൾ ഇവിടെ ഒരു സ്ലാബ് ഇട്ടിട്ട് വർക്ക് ഏരിയയുടെ ഒരു ഭാഗമാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കിണറിൻ്റെ ആ ഒരു ക്ലോസ് ആയതുകൊണ്ട് സൂര്യപ്രകാശത്തിൻ്റെ ഒരു വിഷയം പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതിനൊരു ഹാഫ് പോർഷൻ ഒരു ഡോർ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിങ്ങനെ പൊക്കി നമുക്കിങ്ങനെ വെക്കാൻ പറ്റും. നമുക്ക് സൂര്യപ്രകാശം കാര്യങ്ങളും എയർ സർക്കുലേഷനൊക്കെ ഇതിൽ നടക്കുന്നുണ്ടാവും. അത്യാവശ്യം വെള്ളം ഉണ്ട് കേട്ടോ എപ്പോഴും ഈ ഒരു കിണറിൽ. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ഭാഗം സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെയൊക്കെ കുറച്ച് പുല്ലും കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ മോശമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിക്ക് ഇവിടെ കംപ്ലീറ്റ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്.